ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബെർസർക്ക് 1997 എന്ന ബെർസർക്കിന്റെ സീസൺ 1 ആനിമേനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ബെർസർക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും വർക്ക് ആവുന്ന ടൈപ്പ് ഒരു കഥയല്ല. ഇത് അങ്ങനത്തെ ഒരു കഥയേ അല്ല. ഒരു ഡാർക്ക് തീമിൽ പോണ 18+ ആയിട്ടുള്ള എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്സ് ഒക്കെ ഉള്ള ഒരു ആനിമയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഇത് ലാഗൊക്കെ ഉണ്ട്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി അല്ല. കാരണം ലാഗൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് 10 എപ്പിസോഡൊക്കെ ലാഗ് ഉണ്ട്. നമ്മൾ ബിഗിനർ ആകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പണ്ടത്തെ കഥയാണ് കാണിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. ഒരു പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ തന്നെ പണ്ട് മെർസിനറീസ് എന്നാണ് പറയുക. ഇവരെ മെർസിനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എന്താണ് ഒരു ഗ്രൂപ്പിന് എന്തിനാണ് യുദ്ധങ്ങൾ പോരാടാനായിട്ടാണെങ്കിലും കൊള്ളടിക്കാനായിട്ടാണെങ്കിലും ഒരു ഗ്രൂപ്പിനായിട്ട് കരാർ വയ്ക്കും, എന്നാൽ ഗ്രൂപ്പിനായിട്ട് വിളിക്കും. അതായത് ഇവർ യുദ്ധങ്ങൾ പോരാടും, യുദ്ധങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടും. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെർസിനറീസ് ആണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ആരാണ് ലീഡറാണ് നമ്മുടെ ഗ്രിഫിത്ത്, നമ്മുടെ നായകനാണ് ഒരു ഗട്ട്സ്. അപ്പോൾ ഗ്രിഫിത്ത് എന്താണ്, ഗ്രിഫിത്ത് ഗട്ട്സിനായിട്ടൊരു കോൺട്രാക്ട് വെച്ച് ഗട്ട്സിനെ നമ്മുടെ ടീമിലേക്ക് വിളിക്കുന്ന ഒരു ഭാഗം. ഗട്ട്സ് എന്ന് വെച്ചാൽ അടിപൊളി സ്കില്ലുള്ളൊരു സ്പോർട്സ്മാൻ ആണ്, സൂപ്പറാണ് ഗട്ട്സ് കേട്ടോ. അപ്പോൾ ഗട്ട്സിനെ നമ്മുടെ എന്താണ് ഗ്രിഫിത്തിന് ഇഷ്ടമായിട്ട് കേട്ടിട്ട് ഗട്ട്സിനെ കുറിച്ച് കേട്ടിട്ട് ഗട്ട്സിനെ നമ്മുടെ ടീമിലേക്ക് വിളിക്കണേ. ഫസ്റ്റത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്, അത് പാസ്റ്റ് കാണിക്കുന്നതിനുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അതായത് ബ്ലാക്ക് സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞൊരു ഗട്ട്സ് വന്നിട്ട് ഒരു രാജ്യത്തെ ഒരു മിനിസ്റ്ററിനോട് പറയുന്നത് ഈ രാജാവിനോട് പറ ബ്ലാക്ക് സ്പോർട്സ്മാൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയും. അതിനുശേഷം ഒരു പാസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോണ കഥയിൽ ഗ്രിഫ്റ്റിന് പണ്ട് ഒരു അമ്മൂമ്മ ഒരു മാല കൊടുത്തിട്ടുണ്ട്, ലോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെന്താ പറയുന്നത്, എഗ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ കുറച്ച് ഹോണ്ടറുണ്ട്. നമ്മളത് നോക്കുമ്പോൾ തന്നെ കുറച്ച് നോക്കിക്കുമ്പോൾ ഒരു കണ്ണൊക്കെ അത് തെളിഞ്ഞു വരും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, അതിങ്ങനെ ഹൈഡൻ ചെയ്ത് വെച്ചേക്കണം, മിസ്റ്ററിയാണ് നമുക്ക്. അങ്ങനെ വെച്ച് ലാസ്റ്റത്തെ എപ്പിസോഡ് വരുമ്പോൾ 25 എപ്പിസോഡ് കേട്ടോ. അത്യാവശ്യം നല്ല ലാഗോട് കൂടി വലിച്ച് നീട്ടിയാണ് പോകുന്നത്. കാരണം ഇതൊരു പുഷ് കൊടുത്തേക്കണം. കാരണം ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട വെച്ചിട്ട് ഈ ആനിമ. കാരണം 2021 വരെ ഇതിൻ്റെ സീസണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോണ ഒരു എന്താണ് ആനിമയാണ്. ഇങ്ങനെ സീസൺ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ് യുദ്ധം പോരാടും. അങ്ങനെ എന്താണ് മിഡ്ലാൻഡാണ് ഇവർ, മിഡ്ലാൻഡിന് വേണ്ടിയിട്ട് പോരാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്താണ് ട്യൂഡർ ഡൈനാസ്റ്റി ആയിട്ട് യുദ്ധം പോരാടി ട്യൂഡർ ഡൈനാസ്റ്റി ആയിട്ട് ഇവർ ജയിക്കും. ആരാണ് നമ്മുടെ ബാൻഡ് ഓഫ് ദ ഹോക്കാണ് എന്താണ് യുദ്ധം പോരാടി ജയിക്കുക. അതിൽ ഗട്ട്സാണ് ഏറ്റവും വലിയ എന്താണ് ഫൈറ്റർ എന്ന് പറയാം. അപ്പോൾ ഗട്ട്സും ഗ്രിഫ്റ്റ് ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് ഫോറടിച്ച് പോയിട്ട് ജയിക്കുമ്പോൾ എന്താണ് ആ രാജ്യത്ത് ഇവർക്ക് ഭയങ്കര സ്ഥാനം കൊടുക്കും. ഇവരെന്താണ് ട്രൂപ്പാക്കും. അതിനാണ് രാജാവിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ട്രൂപ്പായിട്ട് നിയമിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഗ്രിഫ്റ്റിന് എന്താണ് ഒരു കോമണറാണ്. ഗ്രിഫ്റ്റിന് എന്താണ് നോബിൾമാൻ ആവണം, രാജ്യത്ത് രാജാവ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. അപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ മോളായിട്ട് ഇഷ്ടപ്പെടാം, അങ്ങനെ അവരവർ പ്രണയം ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരവർ പ്രണയമാണെന്ന് രാജാവ് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഗ്രിഫ്റ്റിനെ എന്താണ് പണി കൊടുത്ത് ഗ്രിഫ്റ്റിനെ തടവിലാക്കണ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് എന്താണ് നമ്മുടെ ഗട്ട്സ് ട്രൂപ്പ് വിട്ട് പോകുന്നുണ്ട്, വിരമിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഒരു കഥകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഗ്രിഫ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ഗ്രിഫ്റ്റിനെ രക്ഷിച്ച് കഴിയുമ്പോൾ ഗ്രിഫ്റ്റ് അപ്പോഴത്തേനും എല്ലും തോലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അവരുടെ തടവിൽ ശിക്ഷകളൊക്കെ അത്രയും കഠിനമായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ലാസ്റ്റത്തെ എപ്പിസോഡ് ആകുമ്പോൾ എന്താണ് ഈ എഗ് ഓഫ് ദ ഗോഡ് എന്ന സംഭവം ഉണ്ടല്ലോ. ഈ സംഭവത്തിൽ എന്താണ് കുറേ മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറേ ഹോണ്ടറായിട്ടുള്ള കുറേ ഡെവിൽസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് എന്താണ് എക്ലിപ്സ് നടക്കുമ്പോൾ, സോളർ എക്ലിപ്സ് നടക്കുമ്പോൾ, അതായത് സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഈ സാധനം കയ്യിലുള്ള, അതായത് നമ്മുടെ ഗ്രിഫ്റ്റിനെ ഒരാൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ആ ഒരു എന്താണ് വേൾഡിലേക്ക് സമൻ ചെയ്യപ്പെടും. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ സമൻ ചെയ്തിട്ട് അവിടെയാണ് പിന്നെ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കോസ്റ്റുകൾ അല്ലെങ്കിൽ കുറേ സ്പിരിറ്റ് അല്ലെങ്കിൽ മരിച്ചു പോയ സംഭവങ്ങൾ, കോഡ്സുകൾ, ഡെവിൽസ് അങ്ങനെ സംഭവങ്ങളില്ലേ. അപ്പോൾ അവർ എന്താണ് ഗ്രിഫ്റ്റിന് ഇവരുടെ രാജാവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രിഫ്റ്റിനോട് ചോദിക്കും, നിനക്ക് നിന്റെ ശരീരം എല്ലാം തിരിച്ചു വരാം, പക്ഷേ നീ നിന്റെ ഗ്രൂപ്പിനെ, അതായത് നിന്റെ ബാൻഡിലുള്ള നിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യണമെന്ന്. അപ്പോൾ ഗ്രിഫ്റ്റ് കുറച്ച് പ്രശ്നക്കാരാണ്. ഗ്രിഫ്റ്റ് അത്രയും നല്ല വെച്ചൊന്നുമല്ല. അപ്പോൾ ഗ്രിഫ്റ്റിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ പറയും തരാം എന്ന് പറയും. അങ്ങനെ ബാക്കി അവൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൊല്ലാണ്. അപ്പോൾ നമ്മുടെ ഫുള്ള് ഫൈറ്റ് അടക്കേണ്ട എല്ലാ ഈ മോൺസ്റ്റർ, അതായത് ഈ ഡെവിൾസുകളൊക്കെ എല്ലാത്തിനും കൊല്ലണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവനില്ലേ, നമ്മുടെ ബെർസർക്ക് നായകനായാലും ഗട്ട്സ്, നമ്മുടെ ഗട്ട്സ് എന്താണ് ഗട്ട്സ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗട്ട്സിന് പണിയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഒരുമാതിരി എൻഡിങ്ങിലാണ് കൊണ്ടു നിർത്താം. നമുക്ക് കൺഫ്യൂഷൻ ആവണം. കാരണം ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അടുത്ത സീസണുകൾ കണ്ടുകൊണ്ടിരിക്കണം. കാരണം ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ, 2021 വരെ വരുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത സീസണുകൾ കണ്ടിട്ട് അതിനെ റിവ്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ആനിമയാണ്. അപ്പോൾ ലാസ്റ്റത്തെ എപ്പിസോഡ് ആകുമ്പോൾ എന്താണ് ഒരു ഗട്ട്സിനെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഗട്ട്സിനോട് അപ്പോൾ അതിന് പറയണ ആരാണ്, വാള റെഡിയാക്കണ ഒരാളുണ്ട്. അപ്പോൾ ഇയാൾ അവനോട് പറയണത് എന്താണ്, ഇങ്ങനെ അതിന് മരിക്കാണ്ട് നോക്കണം, അങ്ങനെ പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് എൻഡിങ് നിർത്തണത്, നമ്മുടെ ലാസ്റ്റ് എൻഡിങ് നിർത്തണത്. അപ്പോൾ
ഇത് എങ്ങനെയാണ് പോണത് അല്ലെങ്കിൽ എന്താണ് പോണതെന്നൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല. നമ്മൾ ഓരോ സീസൺ അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിൽ കണ്ടിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ആനിമയെ കുറിച്ച് ഏതെങ്കിലും സീസണെ കുറിച്ച് അല്ലെങ്കിൽ എപ്പിസോഡിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യണം, കേട്ടറാമിനെ കുറിച്ച് റിവ്യൂ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാണ്. അപ്പോൾ വളരെ സന്തോഷം കേട്ടോ, നിങ്ങൾ നമ്മുടെ എന്താണ് ചാനലിൽ എൻഗേജ് ആവേണ്ട കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ നിങ്ങളെങ്കിൽ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതിലേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെച്ചു. ആവശ്യമായിട്ട് വന്നേ. ബൈ ബൈ.